യാക്കോബായ വിഘടിത വിഭാഗത്തിൽ നിന്ന് പഠിക്കാനായിട്ട് അവിടെ പോയ ഒരച്ഛൻ ഈ മുടക്കപ്പെട്ടവനാണെന്നും പുറത്താക്കപ്പെട്ടവനാന്ന് പറയുന്ന പാത്രീർക്കീസിന്റെ ഓർമ്മ ദിവസത്തിന് അദ്ദേഹത്തിന്റെ കബറിങ്കൽ അവിടുത്തെ പാത്രീർക്കീസ് ധൂപം വെക്കുന്നത് നേരിട്ട് കാണുക. അതും ലോക പ്രശസ്തനായ VC സാമുവലച്ചൻ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇത് ദൈവത്തിന്റെ സഭയാന്നുള്ളത് ഇതിനേക്കാൾ അതായത് അത്രയും പണ്ഡിതരെ, അതായത് മലങ്കര സഭ ഇന്നത്തോളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് പണ്ഡിതനായിട്ടുള്ള രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും രണ്ടാമത്തെ ആള് ഡോക്ടർ VC സാമുവലച്ചൻ. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ 2 പേരെ പണ്ഡിതന്മാരുള്ളൂ, ബാക്കിയെല്ലാം പൊട്ടന്മാരാന്നാണ് ഇവര് പറയുന്നത്. പാവം മണ്ണുത്തിരി ആയം തിരുമേനിയൊക്കെ പണ്ഡിതനാന്ന് ഓർത്തിരിക്കും. ഇതിൽ ഈ VC സാമുവലച്ചൻ യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് യാക്കോബായ സഭയ്ക്ക് വേണ്ടി വൈദികനായി 10-14 വർഷം ഈ പാത്രീർക്കീസിന്റെ അരമനെ താമസിച്ച ആളാണ്. എന്റെ പൊട്ട, ബഹുമാനപ്പെട്ട പൊട്ട എന്ന് വിളിക്കാം. ബഹുമാനം ഒട്ടും കുറയ്ക്കണ്ട. അപ്പം ആദരണീയനായ പൊട്ട, അല്ലെ പൊട്ടൻ അവർകൾ, ഹലോ ആദരണീയനായ പൊട്ടൻ അവർകൾ, ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉടമ മനസ്സിലാക്ക്. നിന്റെ വട്ടശ്ശേരി ഗീവർഗീസ് ദീവന്നാസിയോസ് യാക്കോബായക്കാരനായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകം യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഉപദേശ സംഹിത എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ളത്. യാക്കോബായ സുറിയാനി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അസോസിയേഷൻ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്നവരാണ് വിഘടിച്ച് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് മരമാക്രി കൂട്ടം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയത്. നിനക്ക് മനസ്സിലായോ വിഘടിച്ചത് ആരാണ്? യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്നു എന്ന് നീ ഏതാണ്ട് വലിയ കാര്യം പറയുന്നത്. എല്ലാവരും യാക്കോബായ ജനിച്ച് ഇവിടുന്ന് ചാടിയവരേ ഉള്ളൂ. നിനക്ക് മനസ്സിലായോ? യാക്കോബായക്കാരാണ് പുരാതന സഭ, യാക്കോബായ സഭയാണ്. യാക്കോബായ സഭയിൽ നിന്ന് വിഘടിച്ച് കഞ്ഞിക്കുഴി കൂട്ടം ഉണ്ടായതാണ്. മനസ്സിലായോ? അവൻ വലിയൊരു സംഭവം പറയുന്നു. യാക്കോബായല്ല, എല്ലാവരും യാക്കോബായക്കാരായിരുന്നു. മനസ്സിലായോ? അല്ലാതെ കഞ്ഞിക്കുഴി സഭയൊന്നും ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം നോക്കുമ്പോൾ ദാണ്ടറ നടക്കുന്നു. ഇത്രയും നാള് ഓന്മാര് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പാത്രീർക്കീസ് പട്ടമില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാത്രീർക്കീസിന് വേണ്ടിയിട്ട് ഒരു ധൂപ്രാർത്ഥന നടത്തുന്നത്. അതും അദ്ദേഹത്തിന്റെ കബറിങ്. അപ്പൊ തന്നെ ആ പുള്ളി വെട്ടിമടക്കി. പുള്ളി നേരെ തിരിച്ചു വന്ന് പൗരസ്ത്യ കാതോലിക്ക ആയ നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അടുത്ത് വന്ന് ക്ഷമയും പറഞ്ഞ് പഴയ സെമിനാരിയിലെ വൈദിക അധ്യാപകനായിട്ട് നിയമിക്കപ്പെട്ടു. ഇതാണ് ഞാൻ പറയുന്നത്, ഇത് ദൈവത്തിന്റെ സഭയാണ്. ഭയങ്കരം. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ പോയിന്റ്. ഇന്നത്തെ വെടിക്കുള്ള മരുന്ന് ഇദ്ദേഹം വെച്ചിരിക്കുന്ന ഇതാണ്. VC സാമുവൽ അച്ഛൻ. VC സാമുവൽ അച്ഛൻ എവിടെയാണ് ഈ പാത്രീർക്കീസ് ധൂപം വെക്കുന്നുണ്ട്? അതുപോലെ തന്നെ ഈ അബ്ദുൽ മിശിഹ പാത്രീർക്കീസിന് പട്ടമില്ലെന്ന് ഏത് യാക്കോബായക്കാരനാ പറഞ്ഞ്? അദ്ദേഹത്തെ പാത്രീർക്ക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അത് കൃത്യമായിട്ട് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസ് തീരുമാനമാണ്. സുന്നഹദോസ് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തത്. അത് കൃത്യമായിട്ട് സുറിയാനി സഭയുടെ ചരിത്രം എഴുതിയിരിക്കുന്ന ഖാലിദ് ധിന്നോയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഖാലിദ് ധിന്നോയുടെ പുസ്തകം. ഈ പുസ്തകം നീ മേടിച്ച് വായിക്കണം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സുറിയാനി സഭയുടെ സുന്നഹദോസ്. എല്ലാ ചരിത്രവും കൃത്യമായിട്ട് രേഖകൾ സഹിതമുള്ള പുസ്തകമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഖാലിദ് ധിന്നോയുടെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഖാലിദ് ധിന്നോയുടെ പുസ്തകം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് അബ്ദുൽ മിശിഹ പാത്രീർക്കീസിനെ യഥോചിതം സുറിയാനി സഭയുടെ കൗൺസിൽ, അതായത് സുന്നഹദോസ് ആണ് നീക്കിയത്. ഡിപ്പോസിഷൻ ഓഫ് അബ്ദുൽ മിശീഹ് എന്ന് ഹെഡിങ്ങിൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട അനുബന്ധ ഡോക്യുമെന്റ്സും കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഈ VC സാമുവൽ അച്ഛൻ അവിടെ ഇത് കണ്ട് പേടിച്ചൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ
പരേതനായ ഒരാളുടെ അടുത്ത് കബറിന്റെ ധൂവം കാണിച്ചു എന്ന് പറഞ്ഞ് ഒരാൾ ഒന്നരെ വന്ന് ഇവിടെ മതം മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പോയിട്ടുമില്ല, അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുമില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കെട്ടിച്ചമയ്ക്കുന്ന കഥയാണ്. ഈ VC സാമുവൽ അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി ആണ് സ്വാനുഭവ വേദി എന്ന പുസ്തകം. ഇതാണ് VC സാമുവൽ അച്ഛൻ എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന മഹാൻ. ഈ VC സാമുവൽ അച്ഛൻ തൻ്റെ ഒരു ആത്മകഥ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ സ്വാനുഭവ വേദിയിൽ. നിങ്ങൾ ഈ പടത്തിൽ കാണും, ഇതാണ് കണ്ടോ? ഇതേ പുസ്തകം, ഇതൊരു പഴയ പുസ്തകമാണ്. അതിങ്ങനെ എടുത്തിരിക്കുന്നു, നിങ്ങളെ സ്ക്രീനെ കാണിക്കുന്നു. അത്യന്തം പ്രയോജനകരമായ കൃതി. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഇദ്ദേഹം എന്തിനാണ് മതം മാറിയതെന്നും എന്തിനാണ് മലക്കം മറിഞ്ഞതെന്നും ഒക്കെ അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വോയിസ് ക്ലിപ്പ് ഒക്കെ വിടുന്നതിന് മുമ്പ് ആദ്യം ഈ പുസ്തകം ഒന്ന് വായിക്കണം. അപ്പോൾ ഈ ശബ്ദ സന്ദേശം വിട്ട കക്ഷിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു PDF തരാം. നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നീ അത് ആദ്യം ഇരുന്ന് വായിക്കേ. എന്താണ് VC സാമുവൽ അച്ഛൻ, ആരായിരുന്നു VC സാമുവൽ അച്ഛൻ, എന്തിനായിരുന്നു VC സാമുവൽ അച്ഛൻ,